കൂടെയുള്ള വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നൈറ്റ് മൂവിയാണ്. നൈറ്റ് വ്യൂവാണ്. അതെ, കമ്പത്തിലെ രാത്രികാല കാഴ്ചകൾ കാണുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ രാത്രി പോകുന്നത് കമ്പത്തിലെ നൈറ്റിലെ ആ ഒരു വിഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പൊതുവെ മഴ ഉണ്ട്, കമ്പത്ത് മഴയൊക്കെ ഉണ്ട്. അവിടെ ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ടിടത്തും മഴ ഉണ്ട് പോലും ഇല്ല പോലും ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കടകളൊക്കെ ഓപ്പണാണ്, എല്ലാവരും ആക്റ്റീവാണ്. ഇപ്പോൾ ഒരു 8 മണി 8:30 കഴിഞ്ഞ സമയത്താണ് ഈ സമയമെങ്കിലും ഇവർ നൈറ്റിലാണ് കൂടുതലായിട്ട്, അതായത് ഒരു 11 മണി വരെയുള്ള സമയത്താണ് കമ്പം ആക്റ്റീവ് ആകുന്നത്. ആ വെട്ടവും ആ ഒരു സെറ്റപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വെച്ചാൽ നമ്മുടെ കേരളത്തിലൊരു 8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കടകളൊക്കെ കുറവായിരിക്കും. എന്നാൽ ഇവർ സത്യത്തിൽ ഈ മഴയായിട്ട് പോലും, ഇന്ന് നല്ല മഴയുള്ള സമയമായിരുന്നു, എന്നാലും മഴയായിട്ട് പോലും ഇവിടെ വണ്ടികൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ എടുത്തു പറയേണ്ട കാര്യമാണ്. ബൈക്കുകൾ, ഹെൽമെറ്റ് ഇല്ല, ബൈക്ക് ഇഷ്ടംപോലെ ചീർപ്പാഞ്ഞ 3-4 പേര് വെച്ച് ബൈക്കുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് പിക്കപ്പിനെ നിറച്ച് വാഴയിലായിട്ട് പോകുന്നതാണ്. ഇവിടുത്തെ ഹോട്ടൽസിലോട്ടൊക്കെ വാഴയില കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. വണ്ടി നിർത്തി ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്നാ ആൾക്കൂട്ടം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് വാരച്ചന്തയാണ്. അതായത് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്ന ചന്തയാണ് വാരച്ചന്ത. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 8:30-9 മണി വരെ ഉള്ള സമയങ്ങളിലാണ് ഈ വാരച്ചന്തയുടെ ടൈമിംഗ് ഉള്ളത്. ഇനി പുതിയ ഇത് രാത്രി അതിൻ്റെ ഒത്തിരി കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്. അത് നമ്മളൊരു ദിവസം പകല് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, ഈ ചന്തയുടെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ തിരക്കും അതിൻ്റെ കടകളും എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നിവിടെ നല്ല മഴയായിരുന്നു, എന്നാലും തിരക്ക് കുറവൊന്നുമില്ല. സാധനങ്ങളൊക്കെ, കടകളൊക്കെ പൂട്ടിക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പം ഞങ്ങളും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോരാട്ടുണ്ട്. ഇന്ന് തന്നെ இல்லை 20. மாதம்
ഇപ്പൊ സമയം രാത്രി 10 മണിയായി. തിരികെ കേരളത്തിലോട്ടുള്ള യാത്രയിൽ മുകളിൽ നിന്ന് നോക്കുമ്പം താഴത്തെ കമ്പൻ ടൗണിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് കേരള ബോർഡറിൽ തിരിച്ചെത്തി. പുതിയ വിശേഷങ്ങളും പുതിയ യാത്രാനുഭവങ്ങളുമായി എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.